ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇമർ ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് അഫ്സൽ ഹലീഫ്. 2023 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന് ഒരു രാജകീയ വർഷം തന്നെയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന് മാത്രമല്ല, കേരള PSC വഴി ഒരു ഗവൺമെന്റ് ജോബ് ആഗ്രഹിക്കുന്ന എല്ലാ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിനും ഒരു ഗോൾഡൻ ഇയർ ആണ് 2023. ഇങ്ങനെ പറയാൻ കാരണം 2023 കേരള PSC നടത്താൻ പോകുന്ന മുഴുവൻ എക്സാമുകളെയും ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ കേരള PSC നോട്ടിഫൈ ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് എക്സാംസും 2023 തന്നെ കേരള PSC നടത്തുമെന്ന് കേരള PSC പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പ്രഖ്യാപനത്തിലൂടെ കേരള PSC എല്ലാ ഉദ്യോഗാർത്ഥികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഇതുപോലൊരു ത്രൂ ഔട്ട് ദി ഇയർ എക്സാം ഷെഡ്യൂൾ കേരള PSC ഇതിന് മുന്നേ പുറത്തുവിട്ടിട്ടേ ഇല്ല. ഇതുപോലൊരു ത്രൂ ഔട്ട് ദി ഇയർ എക്സാം ഷെഡ്യൂൾ അല്ലെങ്കിൽ എക്സാം കലണ്ടറൊക്കെ നമ്മൾ കാണാറുള്ളത് സെൻട്രൽ ലെവൽ എക്സാമുകൾക്കാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരള PSC സെൻട്രൽ ലെവൽ എക്സാമുകളിലേക്ക് ഉയരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഇതിനോടകം ഓൾറെഡി നോൺ ടെക്നിക്കൽ എക്സാംസുകളുടെ സ്റ്റാൻഡേർഡുകളെല്ലാം കേരള PSC സെൻട്രൽ ലെവൽ എക്സാമുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കേരള PSC ഉന്നം വെക്കുന്നത് ടെക്നിക്കൽ എക്സാമുകളായിരിക്കും. അത് ഈ എക്സാം ഷെഡ്യൂളിന്റെ കാര്യത്തിലോ എക്സാം കലണ്ടറിന്റെ കാര്യത്തിലോ മാത്രമായിരിക്കില്ല, എക്സാം പാറ്റേണിന്റെ കാര്യത്തിലും ഒരു സെൻട്രൽ ലെവൽ സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ പ്രിപ്പറേഷൻ ടൈമിൽ പണ്ട് കാലങ്ങളിലുള്ള സ്റ്റീരിയോ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് കൺസെപ്റ്റ്സുകളിലും നിങ്ങളുടെ ഫണ്ടമെന്റൽസുകളിലും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നാണ്. എന്തായാലും ഈ എക്സാം ഷെഡ്യൂൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സഹായിക്കുന്ന രീതിയിലാണ്. കാരണം ഇതിനു മുന്നേ നമുക്ക് എക്സാം എപ്പോൾ നടക്കുമെന്നൊരു ഐഡിയ ഇല്ല. എക്സാമിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ 2-3 മാസം മുന്നെയാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഏതൊക്കെ മാസങ്ങളിൽ ഏതൊക്കെ എക്സാമുകളാണ് നടക്കുന്നതെന്ന് കേരള PSC മുൻകൂട്ടി നമ്മൾ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം ഏത് മാസത്തിലാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് നടക്കുന്ന കാര്യം നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ കൂടെ വിജിലൻ്റ് ആവും. നമ്മുടെ പ്രിപ്പറേഷൻ കുറെ കൂടെ സീരിയസ് ആവും. നമ്മുടെ പ്രിപ്പറേഷനെ കുറെ കൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങളിത് കാണണം. അത് മാത്രമല്ല, ഈ കേരള PSC ഈ എക്സാം ഷെഡ്യൂളിനനുസരിച്ച് നിങ്ങളും നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈം ടേബിളും ഷെഡ്യൂൾ ചെയ്യണം. ആ രീതിയിലേക്ക് നിങ്ങൾ ഈ ഇൻഫർമേഷനെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കേരള PSC 2023 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന് വേണ്ടി ഏതൊക്കെ എക്സാമുകളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. വരും. കേരള PSC എക്സാമിനേഷൻ ഷെഡ്യൂൾ ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസ്. നോക്കൂ, ഫസ്റ്റ് സെഗ്മെന്റ് വരുന്നത് മെയ്-ജൂലൈ കാലയളവിലാണ്. ഒരേ ഒരു എക്സാം മാത്രമാണ് മെയ്-ജൂലൈ കാലയളവിൽ കേരള PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസ് വർഷങ്ങളായി കാത്തിരുന്ന ഒരു എക്സാമാണ്. അവരുടെ കാത്തിരിപ്പിന് കേരള PSC വിരാമമിട്ടിരിക്കുകയാണ്. കാറ്റഗറി നമ്പർ 517/2022 AMVA അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാം മെയ്-ജൂലൈ കാലയളവിൽ നടത്തുമെന്ന് കേരള PSC പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, അടുത്ത സെഗ്മെന്റ് വരുന്നത് ജൂൺ-ഓഗസ്റ്റ് ആണ്. ജൂൺ-ഓഗസ്റ്റിൽ മൊത്തം 8 എക്സാമുകൾ നടത്തുമെന്നാണ് കേരള PSC പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നോക്കൂ, ഫസ്റ്റ് എക്സാം കാറ്റഗറി നമ്പർ 272/2020 ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ഗ്രേഡ് 1 ഡിപ്പാർട്ട്മെന്റ് ഇറിഗേഷൻ ആണ്. സെക്കൻഡ് എക്സാം കാറ്റഗറി നമ്പർ 218/2021 ഡെപ്യൂട്ടി എഞ്ചിനീയർ മെക്കാനിക്കൽ ജനറൽ കാറ്റഗറിയാണ്. ഡിപ്പാർട്ട്മെന്റ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ്. And the third exam is 246/2021 Inspector of Factories and Boilers Grade 2 Department Factories and Boilers ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസ് പ്രീമിയമായി കാണുന്ന ഒരു എക്സാം ആണ്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിലെ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റ് വളരെ നല്ലൊരു പോസ്റ്റാണ്. നോക്കൂ, ദ ഫോർത്ത് എക്സാം ഈസ് പ്ലാന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ കാറ്റഗറി നമ്പർ 514/2021 ആണ്. ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ്. And the fifth exam is 551/2021 Assistant Engineer Mechanical Irrigation. Another premium exam for mechanical engineering aspirants ആണ്. നല്ല സാലറി ഉള്ള നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ. The sixth exam is 727 category number 727/2021 Assistant Professor in Mechanical Engineering Technical Education Department. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻറ്റ് സംബന്ധിച്ചിടത്തോളം കേരള PSCയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലിയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. പക്ഷേ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് M.Tech ഉണ്ടായിരിക്കണം. And the seventh exam is 250/2022 Senior Driller Ground Water Department ആണ്. And the eighth exam is category number 676/2022 Workshop Instructor Grade 2 Demonstrator അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ വർഷത്തിൽ 2 എക്സാമുകളാണ്
കേരള PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AMV എക്സാം. അവിടെ മെക്കാനിക്കലുകാർക്കും ഓട്ടോമൊബൈലുകാർക്കും എക്സാം അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ മെക്കാനിക്കലുകാർക്ക് ഡിപ്ലോമ ലെവലിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. ഓക്കെ, ഇനി അടുത്ത സെഗ്മെന്റ് വരുന്നത് നോക്കൂ. ജൂലൈ സെപ്റ്റംബർ കാലയളവിലാണ്. ആ കാലയളവിൽ 3 എക്സാംസ് ആണ് കേരള PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് എക്സാം കാറ്റഗറി നമ്പർ 481/2020 ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 കേരള വാട്ടർ അതോറിറ്റി ആണ്. സെക്കൻഡ് എക്സാം 65/2021 ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ദ സെക്കൻഡ് മോസ്റ്റ് പ്രീമിയം ലെവൽ എക്സാംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആരെ വിളിക്കാം? ഈ പറയുന്ന ലെക്ചർ ഇൻ പോളിടെക്നിക്കിന് വിളിക്കാം. ഞാൻ പറഞ്ഞ ഏറ്റവും പ്രീമിയം ലെവൽ എക്സാം ഏതാണ്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിന് അത് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അതിന് ക്വാളിഫിക്കേഷൻ M.Tech വേണം. അത് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ജോലി ഏതായിട്ടാണ് ആൾക്കാർ കാണുന്നത്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് കാണുന്നത് എങ്ങനെയാണ്? ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പക്ഷേ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ B.Tech ക്വാളിഫിക്കേഷൻ മതിയാവും. നോക്കൂ, തേർഡ് എക്സാം കാറ്റഗറി നമ്പർ 403/2022 സബ് എഞ്ചിനീയർ മെക്കാനിക്കൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിനും സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിനും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഓക്കെ, അടുത്ത സെഗ്മെന്റ് നോക്കൂ. ഓഗസ്റ്റ് ഒക്ടോബർ കാലയളവിൽ ഒരേ ഒരു എക്സാം മാത്രമേ ഉള്ളൂ. കാറ്റഗറി നമ്പർ 8/2022 ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. The last and final segment സെപ്റ്റംബർ നവംബർ കാലയളവാണ്. എക്സാം കാറ്റഗറി നമ്പർ 437/2022 മെക്കാനിക്കൽ എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട്. ഇത്രയും എക്സാമുകളാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിന് 2023 കേരള PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിന് ഇതൊരു സുവർണ അവസരമാണ്. ഒരു ഗോൾഡൻ ഇയർ ആയിട്ട് കാണുക. നിങ്ങളെ കൈ നിറയെ നിങ്ങൾക്ക് എക്സാം വന്നു വിട്ടിരിക്കുകയാണ്. ഈ എക്സാമുകളെല്ലാം നന്നായി പ്ലാൻ ചെയ്ത് നന്നായി നിങ്ങളുടെ പ്രിപ്പറേഷനെ ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. എനിക്കറിയാം ഇത്രയും എക്സാംസുകൾ ഒരുമിച്ച് ഇത്രയും വളരെ പെട്ടെന്ന് വരികയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കൺഫ്യൂസ്ഡ് ആയി. ഞാൻ ഏത് എക്സാം പ്രിപ്പയർ ചെയ്യണം? ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറിന് ഫോക്കസ് ചെയ്താൽ മതിയോ? അല്ലെങ്കിൽ ലെക്ചർ ഇൻ പോളിക്ക് ഫോക്കസ് ചെയ്താൽ മതിയോ? അതല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മതിയോ? അല്ലെങ്കിൽ ഏറ്റവും വേക്കൻസി കൂടുതലുള്ള എക്സാംസിന് മാത്രം ഫോക്കസ് ചെയ്താൽ മതിയോ? അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഈ എല്ലാ എക്സാമുകൾക്കും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിറന്റ് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന വീഡിയോ ആണ് അടുത്ത വീഡിയോ. സോ സ്റ്റേ ട്യൂൺഡ്.